ശില്പകലാലോകത്ത് ഇതിഹാസ തുല്യമായ കലാജീവിതം നയിച്ച മലയാളത്തിന്റെ അഭിമാനം കാസർഗോഡുകാരനായ കാനായിക്ക് ആദരമൊരുക്കാൻ പുല്ലൂർ ഗ്രാമം ഒരുങ്ങുന്നു. ഫെബ്രുവരി 22 ഉച്ചയ്ക്ക് 2 മണി മുതൽ പുല്ലൂരിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയമാണ് അവിസ്മരണീയമായ ആദരവ് ചടങ്ങിന് ആതിഥ്യമരുളുന്നത്. ശില്പകലാലോകത്ത് ഇതിഹാസ തുല്യമായ കലാജീവിതം നയിച്ച മലയാളത്തിന്റെ അഭിമാനം കാസർഗോഡുകാരനായ കാനായിക്ക് ആദരമൊരുക്കാൻ പുല്ലൂർ ഗ്രാമം ഒരുങ്ങുന്നു. ഫെബ്രുവരി 22 ഉച്ചയ്ക്ക് 2 മണി മുതൽ പുല്ലൂരിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയമാണ് അവിസ്മരണീയമായ ആദരവ് ചടങ്ങിന് ആതിഥ്യമരുളുന്നത്. ഗ്രന്ഥാലയത്തിനൊപ്പം തിരുവനന്തപുരം ഫൈൻ ആർട്ട് കോളേജ് അലുമിനി അസോസിയേഷൻ, ചിത്രകാർ കേരള എന്നീ സംഘടനകളും പരിപാടിയിൽ സഹകരിക്കുന്നു. കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ 22 പുല്ലൂരിലെത്തും. ശില്പകലയെ പൊതു ഇടങ്ങളിലേക്ക് എത്തിച്ച് ജനകീയമാക്കിയ കലാകാരനാണ് കാനായി കുഞ്ഞിരാമൻ. ലോകത്തിലെ പല ഭാഗങ്ങളിലായി പ്രഗത്ഭരായ നിരവധി കലാകാരന്മാർ കാനായിയുടെ ശിഷ്യരായിട്ടുണ്ട്. പരമ്പരാഗതമായ ശില്പകലാ സമ്പ്രദായത്തെയും ആസ്വാദനത്തെയും പൊളിച്ചെഴുതിയ ദേവശില്പിയാണ് കാനായി. നമ്മുടെ നാട് അതിവിശിഷ്ടമായൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഫെബ്രുവരി 22 ലോകം ആരാധിക്കുന്ന പ്രശസ്ത ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമനെ പുല്ലൂർ ഗ്രാമവും പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയവും തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യരും പ്രശസ്ത ചിത്രകാരനും കൂടിയായ രാജേന്ദ്രൻ പുല്ലൂരിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ചിത്രകാർ കേരളയുടെ ആളുകളെ ഒക്കെ എത്തിച്ചേർന്നുകൊണ്ട് ആർ ജയകുമാറിൻ്റെ പേരിലുള്ള പുരസ്കാരം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പിന്തുണയാണ് നമുക്ക് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ ഈ പരിപാടിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, സഹായങ്ങൾ നൽകുന്നുണ്ട്. കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ കാനായി ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് ശിഷ്യരായ ആളുകൾ ഈ പരിപാടിയിൽ എത്തുന്നുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനും പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ഒക്കെയായ ശ്രീ കെ ജയകുമാർ IAS ആണ്. അതുതന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു സൗഭാഗ്യമാണ്. കൂടാതെ സിനിമാ സംവിധായകരായ രാജീവ് അഞ്ചൽ, നേമം പുഷ്പരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കാനായിയെ ആദരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രഗത്ഭമതികളായ ശിഷ്യരിൽ ചലച്ചിത്ര സംവിധായകരായ രാജീവ് അഞ്ചൽ, നേമം പുഷ്പരാജ്, ടെൻസിംഗ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ ആദരത്തിന്റെ ഭാഗമാകും. കവിയും ചലച്ചിത്ര രചയിതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ കെ ജയകുമാർ ആദരച്ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഈ ഫെബ്രുവരി 22 ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന ഈ ആദര സമ്മേളനവും അവാർഡ് സമർപ്പണവും നാട്ടിൽ വലിയ ആഘോഷമായിരിക്കുകയാണ്. എല്ലാവരും വളരെ അഭിമാനത്തോടുകൂടി കാണുന്നൊരു പരിപാടിയാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ മെമ്മോറിയൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ അവാർഡ് ദാനവും അവാർഡ് സമർപ്പണവും ആർ ജയകുമാറിൻ്റെ പേരിലുള്ള ഒരു അവാർഡാണിത്. ആർ ജയകുമാർ എന്ന് പറഞ്ഞാൽ ഗൾഫ് മേഖലയിൽ UAE-യിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ഏകദേശം 20 വർഷം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ അവാർഡ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബിന്ദു ജയകുമാർ, അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ മെമ്മോറിയൽ വായനശാലയും കൂടി ഏർപ്പെടുത്തിയാണ്. കഴിഞ്ഞ വർഷം നമ്മളത് കൊടുത്തത് UAE-യിലെ പ്രമുഖനായ സുധീർ കുമാർ ഷെട്ടിക്കാണ്. അതിനുശേഷമാണ് അതൊരു പ്രവാസി എന്നുള്ള നിലയിലാണ് നമ്മൾ ആ ഒരു സംരംഭം തുടങ്ങിയത്. എന്റെ നാട്ടുകാർ എന്നെ ചേർത്തു പിടിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണെന്ന് കാനായിയെ ക്ഷണിക്കാനെത്തിയ സംഘാടക സമിതി ഭാരവാഹികളോട് കാനായി പറഞ്ഞു. അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക വായനശാല ഏർപ്പാട് ചെയ്ത ഈ പുരസ്കാരം സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു പുരസ്കാരമാണ്. നാട്ടിൽ നിന്ന് കിട്ടുന്ന പുരസ്കാരത്തിന് പ്രത്യേകം രുചിയുണ്ട്, ഭക്ഷണം പോലെ. അത് എനിക്ക് വലിയ അഭിമാനമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാവരും സഹകരിച്ചത് കാണുമ്പോൾ ഞാൻ മറക്കപ്പെടുന്നില്ല. എന്നെ നാട്ടിലാർക്കും വേണ്ടായിരുന്നു. ഇദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഒപ്പൻ. അതിലും എനിക്ക് വലിയ അഭിമാനമുണ്ട്. സംഘാടക സമിതി ചെയർമാൻ പി പത്മനാഭന്റെ നേതൃത്വത്തിലാണ് സംഘാടക സമിതി ഭാരവാഹികളും ഗ്രന്ഥാലയം പ്രവർത്തകരും കാഞ്ഞങ്ങാട്ടെ വസതിയിലെത്തി കാനായിയെ കണ്ടത്.
പ്രവാസിയായിരിക്കെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ആർ ജയകുമാറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം കാനായിക്ക് സമർപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ പത്മനാഭൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കാനായിയുടെ ശിഷ്യന്മാർ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. ചിത്രകാർ കേരളയുടെ ചിത്രകാരന്മാർ കാനായിക്ക് ചിത്രാദരവും ഒരുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഗാനരചയിതാവ് കൂടിയായ കെ ജയകുമാർ IASുമായി പ്രഭ അജാനൂർ നടത്തുന്ന സ്നേഹ സംഭാഷണവും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ അനിൽ പുളിക്കാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.